എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണ സ്വാമി രാമനാഥൻ. NNR സ്കൂൾ ഓഫ് ഹിസ്റ്ററി ഈ ചാനലിൽ ആത്മീയതയെക്കുറിച്ചുള്ള പല ആ, പ്രഭാഷണങ്ങളും ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബുക്ക് റിവ്യൂ ഉണ്ട്. അപ്പം അതിനകത്ത് മേജറായിട്ടും തിയോസഫിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേൾഡ് ഓവർ ഓർഗനൈസേഷൻ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ എന്താണ് ഈ ഒരു ചാനലിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ, നമുക്ക് പല സബ്ജക്റ്റിനെയും കുറിച്ച് നമുക്ക് യൂട്യൂബിൽ ചെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ ചില ടോപ്പിക്കുകൾ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര കണ്ടൊരു ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടാനുള്ളൊരു സാധ്യത കുറവാണ്. ഞാൻ ഈ ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, ബോധം എന്ന് പറയുന്നതിനെ കുറിച്ച് പഠിക്കാനായിട്ട് പല സ്ഥലത്തും പോവുകയും പല ബുക്ക് വായിച്ചു നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് എന്താണ് ഈ സിദ്ധികൾ, അല്ലെങ്കിൽ സിദ്ധികളിലൂടെ പലരും പലരുടെയും അസുഖം മാറ്റുന്നു, അല്ലെങ്കിൽ ചിലർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു, അബൻഡൻസ്, വെൽനെസ്, ഇങ്ങനെ പല വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുകയും നമ്മുടെ നാട്ടിൽ, ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് സംസാരിക്കുന്നത്, ശ്രീനാരായണപുരം ചട്ടമ്പി സ്വാമിയുടെ ഒക്കെ ഇത് ചെയ്തിട്ടുണ്ടെന്നും അവരിത് എങ്ങനെ ചെയ്തുവെന്നും ഒക്കെയുള്ളൊരു അന്വേഷണത്തിൽ അവരുടെയൊക്കെ കുറേ പുസ്തകങ്ങളും കുറേ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ റെഫർ ചെയ്യുന്ന ബുക്കുകളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. കാര്യം നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ഓതൻറ്റിക് ആയിരിക്കണം, അല്ലാതെ വെറുതെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു എന്തായാലും പറയുന്നത് ഓതൻറ്റിക് ആയിട്ട് പറയും. അപ്പം ഇന്ന് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ കേരളത്തിലുടനീളം ബ്രാഞ്ച് ഉണ്ട്, ഇന്ത്യയിൽ ബ്രാഞ്ച് ഉണ്ട്, വേൾഡ് ഓവർ ബ്രാഞ്ച് ഉണ്ട്. എനിക്കൊരു 10-30 വർഷം തിയോസഫിക്കൽ സൊസൈറ്റിയിലെ പല സ്ഥലങ്ങൾ, കൊല്ലം, ട്രിവാൻഡ്രം, പല സ്ഥലത്തും പോയിട്ടുണ്ട്. പല കോൺവെക്കേഷനും പോയിട്ടുണ്ട്, ലിസണറായിട്ട് പോയിട്ടുണ്ട്, സ്പീക്കറായിട്ട് പോയിട്ടുണ്ട്. അപ്പം എനിക്ക് മുമ്പേ വന്നവരത്തൊക്കെ ഞാൻ പലപ്പോഴും തിയോസഫിക്കൽ സൊസൈറ്റി ഈ ഒരു ഈസോട്ടിക് സ്കൂളാണെന്നും ഇതൊരു സീക്രട്ട് സ്കൂളാണെന്നും ഇവിടെ ഗുപ്തവിദ്യ പഠിപ്പിക്കുന്നുണ്ടെന്നും ഗുപ്തവിദ്യ ഇവിടെ അവൈലബിൾ ആണെന്നും ഒക്കെ പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് അവിടെ കുറേ ബുക്കുകളുണ്ടെന്നല്ലാതെ ഇതിനെക്കുറിച്ചുള്ള സീരിയസ് ചർച്ചകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ ആനുവൽ കൺവെൻഷന് പോയപ്പം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റുമായിട്ട് ഞാൻ പേഴ്സണലി സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇതൊന്നും ചർച്ച ചെയ്യാത്ത എന്താ? അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, വേൾഡ് ഓവർ ദിസ് ഇസ് ഹാപ്പനിങ്, പ്ലീസ് ഡോണ്ട് കംപ്ലൈൻറ്റ് അബൌട്ട് അതർ പീപ്പിൾ, ഇഫ് യു വാണ്ട് യു ലേൺ ആൻഡ് യു ടീച്ച്. നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പരാതി പറയേണ്ട, നിങ്ങൾ തന്നെ. അപ്പം ഞാൻ ഇത് അതുപോലെ തന്നെ സിദ്ധികളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ മാഡം ബ്ലവസ്കി, ഓൾക്കോട്ട്, ലെഡ് പീറ്റർ, ആൻഡി ബെസന്റ് ഇവരെല്ലാം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഗുപ്തവിദ്യ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സിദ്ധികൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എവിടെ നിന്നാണ്, ഇത് എങ്ങനെയാണ്, ഇത് എല്ലാവർക്കും സാധ്യമാണോ എന്നൊക്കെയുള്ളൊരു അന്വേഷണത്തിലാണ് ഞാൻ. അതൊരു ബുക്കിൻ്റെ ഫോർമാറ്റിലും ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ എൻ്റെ പ്രോസസ്സിലാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടാണ് എൻ്റെ അന്വേഷണവും ഒക്കെ. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷനാണ് ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നത്. ഫ്യൂച്ചറിൽ ഇത് തന്നെയായിരിക്കും എൻ്റെ ബുക്കിൻ്റെയും ഡോക്യുമെൻ്ററിയുടെയും പാർട്ടായിട്ട് വരുന്നത്. അപ്പം ഇതിൽ ഇന്ന് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം എന്ന് പറയുന്ന ഈ ബുക്ക്, പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം എന്ന് പറയുന്ന HP ബ്ലവസ്കിയുടെ ഒരു ചെറിയ ബുക്കാണ്. ഇതൊരു എന്താണ് പറയുന്നൊരു കഷ്ടിച്ചൊരു 90 പേജുള്ള ഈ ഒരു ബുക്ക്. ഇത് 2-3 ട്രിപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ട്രിപ്പ് എനിക്ക് ഇത് ഫ്രഷ് ആയിട്ട് അയച്ചു തരുമായിരുന്നു. ഞാൻ ഈ ബുക്കിൻ്റെ പാർട്ടായിട്ട് കുറേ കളക്ട് ചെയ്യാനായിട്ട്, ആ കൂട്ടത്തിൽ എനിക്ക് കുറേ ബുക്കുകൾ അയച്ചു തന്നതിനകത്ത് ഒന്ന് ഹൗ ടു റിമെമ്പർ അവർ പാസ്റ്റ് ലൈഫ്, ഇതൊരു ബുക്കാണ്. ഹൗ ടു റിമെമ്പർ, ഇത് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ. പിന്നെ ഉള്ളത് ദി ആർട്ട് ഓഫ് മെഡിറ്റേഷൻ. ഇതെല്ലാം ഒക്കൾട്ട് സയൻസിൽ മെഡിറ്റേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മൾ നോർമൽ റെലമിൽ മെഡിറ്റേഷനെ കുറിച്ച് പഠിക്കുന്നത് പോലെ അല്ല. പിന്നെ വാലസ് ലാറ്റർ എന്ന് പറഞ്ഞ് രാജയോഗ. ഇതെല്ലാം ഞാൻ ഈ ഒരു മേഖല റിസർച്ച് നടത്തുന്നതുകൊണ്ട് എനിക്ക് ഈ ഓർഗനൈസേഷനിൽ ഞാൻ ചോദിക്കുകയും അയച്ചു തന്ന ചില ബുക്കുകളാണ്. പിന്നെ
യോഗ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് SS വർമ്മയുടെ ഒരു ബുക്ക്. ഇനി അത് കഴിഞ്ഞ് ദ ഫ്ലവർ ഓഫ് യോഗ എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡക്ടറി നോട്ട്സ് ഫോർ ദ സ്റ്റഡി ഓഫ് യോഗ സൂത്ര ഓഫ് പതഞ്ജലി, ഇയാൻ H. ഹോക്കിൻസ് എന്ന് പറയുന്ന ബുക്കാണ്. അപ്പൊ ഈ പതഞ്ജലിയിൽ ഈ അഷ്ടസിദ്ധികളെ കുറിച്ച് പറയുന്നുണ്ടെന്നും ഇതിവിടെ പലരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒളിച്ചവർ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ബുക്കുകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെഡിറ്റേഷൻ ഇസ് ഇറ്റ്സ് പ്രാക്ടീസ് ആൻഡ് റിസൾട്ട്, ക്ലാര എം കോട്ട്. ഇതെല്ലാം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ എക്സ്ക്ലൂസീവ് പബ്ലിക്കേഷൻസ് ആണ് ഈ ബുക്കുകളെല്ലാം. അത് കഴിഞ്ഞ് ബുദ്ധിസ്റ്റ് മെഡിറ്റേഷന്റെ സാംടോങ് റിൻപോഞ്ചിയുടെ ഒരു ബുക്ക്. ഇത് തിയോസഫിക്കൽ സൊസൈറ്റി പബ്ലിഷ് ചെയ്യും. ഈ ബുദ്ധിസത്തിലും ഈ സോട്ടസം അല്ലെങ്കിൽ ഈ ഗുപ്തവിദ്യകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് നാരായണസ്വാമി അയ്യർ എന്ന് പറയുന്ന യോഗയുടെ ലോവർ ആൻഡ് ഹയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ നേരത്തെ പറയുന്ന ഗുപ്തവിദ്യയുടെ പാർട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ബുക്കുകളാണ്. പിന്നെ അരുണ്ടേലിന്റെ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ഇത് പിന്നെ മെഡിറ്റേഷൻ ഓൺ ദ ഒക്കൾട്ട് ലൈഫ്, ജെഫ്രി ഹോട്ട്സന്റെ ഒരു ബുക്കാണ്. ഈ ഒക്കൾട്ട് സയൻസ് ആണ് നമ്മളിപ്പോൾ പറയുന്ന ഗുപ്തവിദ്യ അല്ലെങ്കിൽ ഈസോട്ടിക് എന്ന് പറയുന്നത്. ഇനി കുണ്ടലിനി ആൻഡ് ഒക്കൾട്ട് എക്സ്പീരിയൻസ്, അരുണ്ടേലിന്റെ എക്സ്പീരിയൻസ്, ഒക്കൾട്ട് എക്സ്പീരിയൻസ്, കുണ്ടലിനി എന്നുള്ളത്. കുണ്ടലിനി എന്നുള്ള വാക്ക് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഒരു പാട്ട് തന്നെ ഉണ്ട്. പിന്നെ ഉള്ളത് അനിമ എന്ന് പറയുന്നത് റിമോട്ട് വ്യൂയിങ് ഓഫ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ. റിമോട്ടായിട്ട് നമുക്ക് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ വ്യൂ ചെയ്യാവുന്ന ഉള്ള ഒരു ബുക്കാണ്. അത് ഈ ബുക്കുകളിൽ ഇതൊക്കെ വളരെ വ്യക്തമാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയിലുള്ളവർക്ക് ഇത് അറിയാമെന്നും ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ ചുരുക്കം ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കൽ സയൻസ് അല്ലെങ്കിൽ സിദ്ധികളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ കുറെ ബുക്കുകൾ അവിടെ ഇവിടെയൊക്കെ പറയുന്നതല്ലാതെ നമുക്ക് ഓതന്റിക് ആയിട്ട് അതിനെക്കുറിച്ചുള്ള ഡോക്യുമെന്റേഷൻ ഇല്ല. പക്ഷെ തിയോസഫിയിൽ അതല്ല, ഒരു ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ കാണിച്ചതൊക്കെ ഒരു 7-8 ബുക്കുകളാണ്. ഇനി ഒരു 100ഓളം ബുക്കുകൾ വേറെ ഉണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ പറയാൻ വരുന്നത് മറ്റൊരാൾ പഠിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പല ഓർഗനൈസേഷനിലും ഡോക്യുമെന്റ്സ് അവൈലബിൾ അല്ല. ഡോക്യുമെന്റ്സ് അവൈലബിൾ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ഇത് അവൈലബിൾ ആണ്. അപ്പം ഇന്ന് ഈ ഇതിൽ ഞാൻ ഈ ഒരു കൊച്ചു ബുക്ക് ബ്ലവസ്കിയാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടറും ബ്ലവസ്കി ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൽ പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം എന്ന് എഴുതിയിട്ടുള്ളത് ഈ ബുക്കിൽ ഞാനൊന്ന് നോക്കിയപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു 85% 90% കാര്യങ്ങൾ ഈ ഒരു ബുക്കിൽ നിന്ന് മാത്രം തന്നെ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, എല്ലാവർക്കും സാധിക്കും. അങ്ങനെ പറയുമ്പോൾ അതിനൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരും. പക്ഷെ സാധിക്കുന്നത് തന്നെയാണ് ഈ ബുക്കിൽ പറയുന്നത്. ഇതിൽ ബുക്കിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം ആണ്. HP ബ്ലവസ്കി ആണ് ഇതിന്റെ ഓതറിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നത്, HP ബ്ലവസ്കി കൺസിഡേർഡ് ബൈ മെനി ഓഫ് ദ ഗ്രേറ്റ് ഒക്കൾട്ടിസ്റ്റ് ഓഫ് ദ വെസ്റ്റ്. ഒരു ഒക്കൾട്ടിസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. വാസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് മെസ്സഞ്ചർ who presented the ancient wisdom for the modern age. പഴയ കാലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ കാര്യങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു യുഗത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളവരാണ്. സിക്കോണ്ട് റഷ്യൻ അരിസ്റ്റോട്ടിക് ഫാമിലി, ഒരു റഷ്യൻ ഫാമിലി എന്നാണ് വരുന്നത്. ഫ്രം ചൈൽഡ്ഹുഡ് ഷീ ഡിസ്പ്ലേഡ് റിമാർക്കബിൾ സൈക്കിക് ഗിഫ്റ്റ്. കൊച്ചുനാളിലൂടെ സൈക്കിക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ആർട്ടിസ്റ്റിക് ആൻഡ് ലിറ്റററി ടാലൻസ് ആൻഡ് ഇന്റലക്ച്വൽ അക്കംപ്ലിഷ്മെന്റ്സ്. വൈലി ട്രാവൽ, ഇഷ്ടംപോലെ അവർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഹിമാലയൻ ട്രാവൽ എഴുതിയിട്ടുള്ള ഒരു ഓതറിന്റെ ബുക്കിലും ബ്ലാവസ്കി പോയിട്ടുള്ള സ്ഥലവും ടിബറ്റൻ മോണസ്ട്രിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് കേൾക്കാം. വൈലി ട്രാവൽ ദ വേൾഡ് ഓവർ ആൻഡ് സീസൺ ബൈ എക്സ്ട്രോർഡിനറി അഡ്വെഞ്ചേഴ്സ്. ഇവർ ഈ ട്രാവൽ ചെയ്യുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ അറിയാമല്ലോ, കടൽ മാർഗവും ഒക്കെ വളരെ പാടാണ്. ഷീ വാസ് വെൽ പ്രിപ്പയർഡ് ബൈ ഹെർ ടീച്ചേഴ്സ് ടു റിഡീം ഹ്യൂമാനിറ്റി ഫ്രം ദി എൻവലപ്പിംഗ് ഡാർക്ക്നെസ് ഓഫ് മെറ്റീരിയലിസം. ഈ മെറ്റീരിയലിസത്തിൽ നിന്നുള്ള ഒരു ഇതാണ്. അതായത് ഞാൻ ഈ ചാനലിൽ ഇതിന് കോൺഷ്യസ്നെസ് എന്നും പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുന്നതെല്ലാം മെറ്റീരിയലിസം തന്നെയാണ് പറയുന്നത്. Her great achievements were twofold: founding jointly with a distinguished American Colonel
HS ഓൾക്കോട്ട് ദ തിയോസഫിക്കൽ സൊസൈറ്റി. അങ്ങനെ 875 ഓൾക്കോട്ടുമായിട്ട് ചേർന്നിട്ട് ഈ സൊസൈറ്റി തുടങ്ങുന്നത്. റൈറ്റിംഗ് ഓൺ എ പ്രോഡിഗസ് സ്കെയിൽ സ്പിരിച്വൽ ആൻഡ് ഒക്കഡ് ലിറ്ററേച്ചർ. സ്പിരിച്വൽ നമുക്ക് പല ഓർഗനൈസേഷനിലും കിട്ടും, പക്ഷേ ഒക്കഡ് ലിറ്ററേച്ചർ വളരെ റെയറാണ്. ഇതാണ് ഓഥറിനെ കുറിച്ച് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് തിയോസഫിക്കൽ സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത്, തിയോസഫി ആൻഡ് ദ തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫി is the wisdom underlying all religions. എല്ലാ റിലിജന്റെയും എസൻസ് ആണ് പറയുന്നത്. When they are stripped of accretions and superstitions, അതിൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആഡ് ചെയ്ത് അതിനകത്ത് അന്ധവിശ്വാസങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ടുള്ള എസൻസ് ആണ് ഇവിടെ പറയുന്നത്. It offers a philosophy which renders life enjoyable and demonstrates that justice and love guides the cosmos. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ലോ ഉണ്ട്, യൂണിവേഴ്സൽ ലോ ഉണ്ട്. പിന്നെന്താണ്? അൺകണ്ടീഷണൽ ലവ് ആണ്. ഇറ്റ്സ് ടീച്ചിങ് കോൺട്രിബ്യൂട്ട്സ് ടു ദ അൺഫോൾഡിങ് ഓഫ് ദ ലേറ്റന്റ് സ്പിരിച്വൽ നേച്ചർ ഇൻ ദ ഹ്യൂമൻ ബീയിങ്. ഇതിഹാസയുടെ മൂന്നാമത്തെ ഒബ്ജക്റ്റിലാണ് ഈ ഹിഡൻ പവേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ടോക്ക് നടത്തിയിട്ടുണ്ട്. വിതൗട്ട് ഡിപ്പെൻഡൻസ് ഓർ ഫിയർ. ദ തിയോസഫിക്കൽ സൊസൈറ്റി ഫൗണ്ടഡ് ഇൻ 1875 ഇസ് എ വേൾഡ് വൈഡ് ബോഡി. ഞാൻ എപ്പോഴും പറയുന്നത് വേൾഡ് ഓവർ ഉണ്ട്. എന്നെ കേൾക്കുന്ന ആർക്ക് വേണമെങ്കിലും അവരുടെ നിയറസ്റ്റ് ബ്രാഞ്ച് അല്ലെങ്കിൽ ലോഡ്ജ് എന്നാണ് പറയുന്നത്, അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. നെറ്റിൽ കയറിയ ഫോൺ നമ്പേഴ്സ് അവൈലബിൾ ആണ്, അഡ്രസ് എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഹൂസ് പ്രൈമറി ഒബ്ജക്റ്റ് ഇസ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ഈ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അതിപ്പോൾ ഇലുമിനിറ്റി എടുത്താലും ഫ്രീമേസൺ എടുത്താലും എല്ലാത്തിൻ്റെയും പേർപ്പസ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആണ്. പക്ഷേ നോർമൽ റിലിജൻ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം എന്താ? ആ റിലിജനിൽ നിന്ന് ആൾക്കാർ ഇതിലേക്ക് വിട്ടുപോകുന്നു, അവർ റിലീജിയസ് വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഇതിനാരും എൻ്റർടൈൻ ചെയ്യാത്തത്. ബേസ്ഡ് ഓൺ ദ റിയലൈസേഷൻ ദറ്റ് ലൈഫ് ഇൻ ഓൾ ഇസ് ഡേസ് ഫ്രോം ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ. ഇതിൽ മനുഷ്യന് മാത്രമല്ല എല്ലാ ലിവിങ് ബീയിങ്സുമായിട്ടുള്ളൊരു കണക്ഷനുണ്ട്. അത് ഫ്രം മിനറൽ ടു പ്ലാന്റ് ടു അനിമൽ ടു ഹ്യൂമൻ ബീയിങ് ആണ് ഇതിൻ്റെ എവല്യൂഷണൽ തിയോസഫി പറയുന്നത്. ദ സൊസൈറ്റി ഇമ്പോസസ് നോ ബിലീഫ് ഓൺ ഇറ്റ്സ് മെമ്പേഴ്സ്. ആരെയും ഒന്നും നിർബന്ധിക്കുന്നില്ല. ഹു ആർ യുണൈറ്റഡ് ബൈ എ കോമൺ സെർച്ച്. പക്ഷെ കുറെ ആൾക്കാർ, ഈ സത്യം അന്വേഷിക്കുന്ന കുറച്ച് ആൾക്കാർ ഒരുമിക്കുന്ന ഒരു സ്ഥലം. ഇനി എന്താണ് അവരുടെ ആഗ്രഹം? ഡിസയർ ടു ലേൺ ദ മീനിങ് ആൻഡ് പേർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ് ബൈ എൻഗേജിങ് ദംസെൽഫ്. അവരവർ പഠിക്കുക എന്നുള്ളതാണ്, അല്ലാതെ വേറൊരാൾ പഠിപ്പിക്കുകയല്ല. റിഫ്ലക്ഷൻ, പ്യൂരിറ്റി ഓഫ് ലവ്, ലൈഫ് ആൻഡ് ലവിങ് സർവീസ്. ഇതാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ. അതിലെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് നമ്പർ, ഫേസ്ബുക്ക് എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഓൺലൈനിൽ കയറി നമുക്ക് കിട്ടും. ഇനി ഈ ബുക്കിന്റെ പേർപ്പസ് അല്ലെങ്കിൽ എന്താണെന്ന് പറയുന്നത്, ദ ബുക്ക് കൺസിസ്റ്റ് ഓഫ് 3 essays. 3 essay ആണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓഫ് വിച്ച് ദ ഫസ്റ്റ് 2 were articles published in ലൂസിഫർ. ലൂസിഫർ എന്ന് പറയുന്ന ജേർണലിൽ 1888 പബ്ലിഷ് ചെയ്ത 2 എണ്ണമാണ് ആദ്യത്തെ 2. പിന്നെ പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം ഡിസ്ക്രൈബ്സ് ദി എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ തിയറിറ്റിക്കൽ ഒക്കൾട്ടിസം. നമുക്ക് ഏതും തിയറി പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ സ്പിരിച്വാലിറ്റി, കോൺഷ്യസ്, ഇതിനെല്ലാം തിയറി പഠിച്ചാൽ നമുക്ക് PhD എടുക്കാൻ പറ്റും. പക്ഷെ പ്രാക്ടീസ് ആണ് വളരെ റെയറായിട്ട് നമ്മൾ കാണുന്നത്. അതാണ് ആദ്യം പറയുന്നത്, തിയറിറ്റിക്കൽ ഒക്കൾട്ടിസം ആൻഡ് പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം. എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം ഈ ബ്ലവസ്കി ചെയ്തതും ലെഡ്ബീറ്റർ ചെയ്തതും ഓൾക്കോട്ട് ചെയ്തതും എല്ലാം പ്രാക്ടിക്കൽ. അവരൊക്കെ ലൈഫ് ഹിസ്റ്ററി അവൈലബിൾ ആണ്, അവരുടെ തന്നെ വേർഡ്സിൽ അവരിതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നേച്ചർ ഓഫ് ദ ഡിഫിക്കൽട്ടീസ് ഇൻവോൾവ് ഇൻ ദ സ്റ്റഡി ഓഫ് ദ ലെറ്റർ. ഇത് എൻ്റെ ഒരു സ്പീച്ച് കൊണ്ടോ ഒരിതുകൊണ്ട് തീരത്തില്ല. ഞാൻ കാണിച്ച ഒരു 10-20 ബുക്ക് കൊണ്ടും തീരത്തില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് സെർച്ച് ചെയ്ത് വരുമ്പോഴേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ഇനി ഒക്കൾട്ടിസം വേഴ്സസ് ദി ഒക്കൾട്ട് ആർട്ട്. ഇതിനകത്ത് ഈ ഒക്കൾട്ട് ആർട്ട് പറയുന്നുണ്ട്. അത് ഈ അന്ധവിശ്വാസം, കൂടോത്രം എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ട്. Dispel the widely held misconception that the two are same and akin the magic or sorcery and deadly spells out which exactly the theosophical ought to strive after.
ദ ലാസ്റ്റ് എസ്സേ, മൂന്നാമത്തെ എസ്സേ, സെറ്റ് ഓഫ് കമ്പീലിയേഷൻ ബൈ ബ്ലവസ്കി കൺസിസ്റ്റ് ഓഫ് പ്രാക്ടിക്കൽ ഐഡിയാസ്. അത് പല ബുക്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള കൊട്ടേഷൻസും ഇൻസൈറ്റുമാണ്. ആസ് പോയിന്റേഴ്സ് ടു സെൽഫ് നോളജ് ആൻഡ് അൾട്ടിമേറ്റ്ലി സെൽഫ് റിയലൈസേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് 1000 ബുക്ക് വായിച്ചാലും കിട്ടത്തില്ല. പക്ഷെ ഒരു പേജിലോ ഒരു പാരഗ്രാഫിലോ ഒക്കെ നമുക്ക് കിട്ടും. ഇപ്പം കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ചിക്കാഗോ സ്പീച്ച് മാത്രം പഠിച്ചാൽ മതി. അത് അവരുടെ ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്തു, ഇംഗ്ലീഷിലും കിട്ടും മലയാളത്തിലും കിട്ടും, 10 രൂപയുള്ളൂ, ഓൺലൈനിൽ അവൈലബിൾ ആണ് എന്ന് പറയുന്ന കണക്കാണ് ഈ ബുക്ക്. സിദ്ധികളും ഒക്കൾട്ടിസത്തിനെ കുറിച്ച് ആരറിയണമെന്ന് വിചാരിച്ചാലും ഇത് വളരെയധികം ഉപകരിക്കും. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റുഡൻസ് എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. ഫസ്റ്റ് ടൈറ്റിൽ തുടങ്ങുന്നത് പേജ് നമ്പർ 1-ലാണ്. ഇന്ന് നമുക്ക് എത്രത്തോളം ഇത് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് പറ്റുന്നത്രയും ഇന്നത്തെ ദിവസം ചെയ്യാം. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏത് പേജിൽ നമ്മൾ എൻഡ് ചെയ്യുന്നു അത് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. പേജ് നമ്പർ 1-ൽ ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റുഡൻസ്. അപ്പം ചോദ്യം വരും, ഇതിൽ ആരാണ് സ്റ്റുഡൻറ്റ്, ആരാണ് ടീച്ചർ എന്നുള്ളത്. അപ്പം അവിടെ 2 സ്കൂൾ ഓഫ് തോട്ട് നമ്മൾ പറയും. ടീച്ചർ പുറത്തല്ല, ടീച്ചർ അകത്താണ്, നമ്മുടെ ഉള്ളിൽ നിന്നും വരും നമ്മൾ പറയും. പക്ഷെ ഏതൊരു കാര്യത്തിനും നമ്മൾ നടക്കാൻ പഠിച്ചതുപോലെയും നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതുപോലെയും അല്ലെങ്കിൽ നീന്തൽ പഠിച്ചതുപോലെയും ഒക്കെ നമുക്കൊരു ഗൈഡിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ ഒരാൾ ആവശ്യം. അതല്ലാതെ പഠിച്ചവരും ഉണ്ട്. ഇനി അതൊരു വാദത്തിനല്ല ഞാൻ പറയുന്നത്, ഇതിന് ഹെഡിങ് പറയുകയാണ്, ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റുഡൻറ്റ്. ദർ ആർ മെനി പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ഫോർ പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻ. ഞാൻ ഉൾപ്പെടെ, ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകിലാണ്. ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ഇതിൻ്റെ പുറകിലാണ്. ഒക്കൾട്ടിസം അറിയാമോ എന്ന് ചോദിച്ചാൽ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് അറിയാം, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ സ്പിരിറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വർക്ക് ചെയ്യും, ഹീലിംഗ് വർക്ക് ചെയ്യും. എന്നിട്ടും അന്വേഷണം അവസാനിച്ചില്ല. നോക്കി, ദർ ആർ മെനി പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ഫോർ പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ആര് നമുക്കിത് പറഞ്ഞു തരും? ശ്രീനാരായണ ഗുരു ചെയ്തു, ചട്ടമ്പി സ്വാമി ചെയ്തു, ശങ്കരാചാര്യർ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. ചിലർ പറയുന്നത് ശ്രീചക്രയിലൂടെയാണ് ചെയ്തതെന്ന് പറയുന്നത്, ചിലർ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത്. എൻ്റെ യൂട്യൂബിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ടോക്ക് ഇട്ടിട്ടുണ്ട്. ഇറ്റ് ബിക്കംസ് നെസസറി ദെയർഫോർ ടു സ്റ്റേറ്റ് വൺസ് ഫോർ ഓൾ. അതിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിലെത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇതിൽ എന്താണ് ഇതിൻ്റെ ഒരു ഡിഫിക്കൽറ്റിയെ കുറിച്ച് പറയുന്നത്. ആദ്യം പറയുന്നത് ദി എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം. എല്ലാത്തിലും ഈ തിയറിയും പ്രാക്ടീസും തമ്മിലൊരു ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കി, പലരും വലിയ വലിയ ക്ലാസ് എടുക്കും, ദേഷ്യപ്പെടാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾ സ്നേഹിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവർ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കി, അതൊരു തിയറിയാണ് പറയുന്നത്. അതിപ്പോൾ ആർക്കും പഠിച്ച് എന്തും പറയാൻ പറ്റും. കാര്യം ഇന്ന് ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ട് എല്ലാ ഡേറ്റയും അവൈലബിൾ ആണ്. ഒരിക്കൽ പോലും മെഡിറ്റേഷൻ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ മെഡിറ്റേഷൻ്റെ ബുക്ക് എഴുതിയിട്ട് അതിനെക്കുറിച്ച് അവർ സംസാരിക്കും, അതവർ സംസാരിച്ചോട്ടെ. പക്ഷെ ഇവിടെ ഈ ഒരു സയൻസ് അങ്ങനെ സാധ്യമല്ല. അത് സാധ്യമല്ല. ദ എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം. ഈ ഒക്കൾട്ടിസം എന്നുള്ള വേർഡ് കേൾക്കുമ്പം ഇതിൽ എന്താണ് ഒക്കൾട്ടിസം എന്ന് ഞാൻ സെപ്പറേറ്റ് ഒരു ടോക്ക് നടത്തിയിട്ടുണ്ട്. നമുക്ക് സിദ്ധി എന്ന് പറയാം, ഗുപ്തവിദ്യ എന്ന് പറയാം. ഇനി ഒരു വാക്കും പറഞ്ഞില്ലെങ്കിൽ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പം ഞാൻ ഇവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മറുവശത്താണെന്ന് വിചാരിക്കുക, ഫോണിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? അത് ഒക്കൾട്ട് എന്ന് പറയേണ്ടി വരും, അല്ലെ സിദ്ധി എന്ന് പറയേണ്ടി വരും. ഇനി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിപ്പോൾ എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാലും, അപ്പൊ ഇത് എന്താണ്? പതഞ്ജലി യോഗയിൽ ഇത് അഷ്ടസിദ്ധികളുണ്ടെന്ന് എണ്ണി പറയുന്നുണ്ട്, ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണെന്ന് പറയാനോ ഇതിലേക്ക് എങ്ങനെ കടക്കണമെന്നോ
പറയാൻ അറിയാൻ വയ്യ. അതിപ്പോൾ ഒരു PhD എടുക്കാമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊരു PhD എടുത്ത ആൾക്കും ഒരു PhD ഗൈഡിനും മാത്രമേ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷെ എല്ലാവരും PhDയെ കുറിച്ച് അഭിപ്രായം പറയും. ഓക്കെ, the essential difference between theoretical and practical occultism, or what is generally known as theosophy on the one hand. അപ്പോൾ ഈ തിയറട്ടിക്കൽ നോളജ് ആണ് നമ്മൾ തിയോസഫി എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ ഉൾപ്പെടെ പലരും തിയോസഫിയുടെ മെമ്പേഴ്സാണ്. ഇവര് എന്താണ് ഒക്കൾട്ട് എന്താണെന്ന് ഈ ബുക്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തിയോസഫി മെമ്പേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. ഞാൻ പലരോടും ചോദിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയതിൻ്റെ ബേസിസിലാണ് ഞാൻ അത് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ആകെ ഒരു സെൽഫ് സ്റ്റഡി എന്നുള്ള നിലയ്ക്ക് നമുക്ക് തന്നെ പഠിക്കേണ്ടി വരും. ഞാൻ ഈ ആകെ ചെയ്യുന്നത്, ഞാൻ പഠിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ ടോക്ക് കൂടെ നടത്തുന്നതല്ല. ഞാൻ ഒരു ടീച്ചറും അല്ല. ഇത് പറയാനുള്ള ഇതെനിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ ഞാൻ ഈ ഒക്കൽ സയൻസിൽ എക്സ്പേർട്ട് ആവുന്നത് അപ്പോൾ മാത്രമേ മറ്റൊരാൾ നമ്മൾ കേൾക്കത്തുള്ളൂ. ഓക്കെ, തിയോസഫി ഓൺ ദ വൺ ഹാൻഡ് ആൻഡ് ഒക്കൽ സയൻസ് ഓൺ ദി അതർ. അപ്പോൾ ഇതാണ് ഈ പ്രാക്ടീസും തിയറിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി രണ്ടാമത് പറയുന്നത്, the nature of the difficulties involved in the study of the latter. ഇനി എന്താണ് ഇതിൻ്റെ ഡിഫിക്കൽറ്റി? ഇത് പഠിക്കുന്നതിനെ കുറിച്ചാണ്. ഇതെങ്ങനെ പഠിക്കും? ആര് പറഞ്ഞു തരും? എവിടെ പറഞ്ഞിട്ടുണ്ട്? ഒരു സീക്രറ്റും ഇല്ല. ഇഷ്ടം പോലെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടം പോലെ ടോക്സ് ഉണ്ട്. നമ്മൾ അന്വേഷിക്കാൻ തയ്യാറല്ല. അതാണ് അതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഇനി ഇതിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഈസി ടു ബിക്കം എ തിയോസഫിസ്റ്റ്. തിയോസഫിയിൽ ആർക്കും ചെല്ലാം. അവരുടെ 3 ഒബ്ജക്റ്റീവായിട്ട് ഒത്തുപോകുന്ന ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം. 1 വർഷം വരെ ഒബ്സർവ് ചെയ്തിട്ടാണ് മെമ്പർഷിപ്പ് തരുന്നത്. ഫ്രീ ആണ്, പൈസയൊന്നും കൊടുക്കണ്ട. ഇനി എനി പേഴ്സൺ ഓഫ് ആവറേജ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി, ഏതൊരാൾക്കും ഒരു വിദ്യാഭ്യാസവും വേണ്ട, ആൻഡ് ലേണിംഗ് ടുവേഴ്സ് ദ മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്യുവർ അൺസെൽഫിഷ് ലൈഫ്, അൺകണ്ടീഷണൽ ലവ്, എല്ലാ റിലിജനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒക്കൾട്ട് പവേഴ്സ് ഉണ്ടെന്ന് അറിയും, ഇതൊക്കെ ഉള്ളത്. ഹു ഫൈൻഡ്സ് മോർ ജോയ്, ഇതൊക്കെ എവിടുന്ന ജോയ് കിട്ടുന്നത്? ഹെൽപ്പിംഗ് ഹിസ് നെയ്ബേഴ്സ് ദാൻ ഇൻ റിസീവിങ് ഹെൽപ്പ് ഹിംസെൽഫ്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. വോൺ ഹു ഇസ് എവർ റെഡി ടു സാക്രിഫൈസ്, അയാൾ ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. എന്താണ്? സാക്രിഫൈസ് ഹിസ് ഓൺ പ്ലഷർ for the sake of other people, and who loves truth. തിയോസഫിയിൽ പറയുന്ന ട്രൂത്ത് ഇസ് ഹയർ ദാൻ റിലിജൻ എന്നാണ്. എല്ലാ തിയോസഫിക്കൽ സൊസൈറ്റിയിലും കയറി ചെന്നാൽ അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ട്രൂത്ത് ഇസ് ഹയർ ദാൻ റിലിജൻ എന്നാണ് പറയുന്നത്. കാര്യം റിലിജൻ ആണോ വലുത്, ട്രൂത്ത് ആണോ വലുതെന്ന് ചോദിച്ചാൽ, റിലിജനൊക്കെ വന്നിട്ട് എത്ര വർഷമായി. ഇനി and who loves truth, goodness and wisdom, and for their own sake and not for the benefit they may confer. ഇതെല്ലാം പഠിക്കുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല. 13 ഗോൾഡൻ സ്റ്റേഴ്സ് എന്ന് തിയോസഫിയിൽ പറയാറുണ്ട്. എല്ലാ തിയോസഫിക്കൽ സൊസൈറ്റിയിലും വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. 13 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് ഈ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ലേൺ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓപ്പൺ മൈൻഡ് ആയിരിക്കണം. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മളുൾപ്പെടെ എല്ലാവരും മെഡിറ്റേഷൻ എനിക്കറിയാം, ദൈവം എനിക്കറിയാം, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. പിന്നെ എന്ത് പറയാനൊന്നും പറയാനില്ല. ആത്മീയതയിലല്ല, ഏത് മേഖലയിൽ കടക്കുന്നാലും നമ്മുടെ എക്സിസ്റ്റിംഗ് ഇതിൽ നമുക്ക് പീസ്ഫുൾനെസ് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് സമാധാനവും സന്തോഷവും ഈ വാക്കുകൾക്കൊക്കെ ചുരുക്കമുണ്ട്. എന്ന് വെച്ചാൽ ക്ലിയർ കിട്ടത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ പരമാനന്ദം എന്ന് പറയണം, ആനന്ദം എന്ന് പറയും. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ലാതെയുള്ള പെർമനന്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതുള്ള ഒരാൾ ഇത് അന്വേഷിച്ച് വരത്തില്ല. അപ്പൊ നിലവിലുള്ള ജീവിത രീതി മാറ്റാൻ തയ്യാറല്ലാത്തവർ ഇതിലേക്ക് വരരുതെന്ന് പറഞ്ഞാൽ അവർ പരീക്ഷ തോറ്റു, അവർക്ക് ഇതിനകത്ത് നിലനിൽക്കാൻ പറ്റത്തില്ല. ഇനി but it is quite another matter to put oneself upon the path
ഈ പാത്ത് എന്നൊക്കെ ഇതിനകത്ത് പറയും. കുറച്ച് കഴിഞ്ഞ് പറയും പാത്ത്ലെസ് പാത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് വഴി എന്ന് വേറൊരു സ്റ്റേജിൽ പറയും. വിച്ച് ലീഡ്സ് ടു ദ നോളജ് ഓഫ് വാട്ട് ഈസ് ഗുഡ് ടു ഡു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ആസ് ടു ദ റൈറ്റ് ഡിസ്ക്രിമിനേഷൻ. നമ്മൾ ഈ പറയുന്നതെല്ലാം ഗുപ്തവിദ്യയാണ്. സാധാരണക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അവർക്ക് വേറെ പറയുന്നുണ്ട്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്വൈത മാസ്റ്റർ ജെ കൃഷ്ണമൂർത്തി പറയുന്നുണ്ട്. അത് നമ്മൾ ഈ ചാനലിൽ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ആ മേഖലകളിലുള്ളവർ തുടക്കക്കാർ അത് പോയി കേൾക്കുക, എന്നിട്ട് അത് ഫോളോ ചെയ്യുക. ഇത് അബ്സല്യൂട്ടായിട്ട് ഒക്കൾട്ട് സയൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. ബട്ട് ഇറ്റ് ഇസ് ക്വൈറ്റ് അനദർ മാറ്റർ to put oneself upon the path which leads to the knowledge of what is good to do. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ആസ് ടു ദ റൈറ്റ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ഗുഡ് ഫ്രം ഈവിൽ. നമുക്കൊരു തിരിച്ചറിവ് വേണം. ഏതാണ് നല്ലത്, ഏതാണ് ചീത്തയെന്ന് നമ്മൾ തിരിച്ചറിയണം. എ പാത്ത് വിച്ച് ഓൾസോ ലീഡ്സ് എ മാൻ ടു ദാറ്റ് പവർ ത്രൂ വിച്ച് ഹി ക്യാൻ ഡു ദ ഗുഡ് ഹി ഡിസൈർസ്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. പവറാണ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് കറണ്ട് വരുന്നത് പോലുള്ള പവറാണ് ഒക്കൾട്ട് സയൻസിൽ നിന്ന് ഒരു 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 ഡിസൈപ്പിളിന് അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ കോഷൻ പറയുന്നത്. ഇത് എല്ലാവർക്കും ഉള്ളതല്ല, എല്ലാവരെയും കൊണ്ട് താങ്ങാൻ പറ്റുന്നതും അല്ല. ഇനി വിച്ച് ഹി ക്യാൻ ഡു ദ ഗുഡ് ഹി ഡിസൈർസ് ഓഫൺ വിതൗട്ട് ഈവൻ അപ്പാരന്റ്ലി ലിഫ്റ്റിംഗ് എ ഫിംഗർ. ഒരു കൈവിരൽ പോലും അനക്കണ്ട, ഒരു കൈവിരൽ പോലും അനക്കണ്ട. മാസ്റ്റേഴ്സ്, ഞാൻ ഈ മാസ്റ്റേഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് തെറ്റിദ്ധരിക്കരുത്. അത് പല നമ്മൾ വിശ്വസിക്കുന്ന റിലിജനിൽ, ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ മാസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണൻ അല്ല, ബോധമാണ്, കോൺഷ്യസ്നെസ് ആണ്. ജീസസ് ക്രൈസ്റ്റും പറയുന്നത് ഞാനല്ല പിതാവാണെന്ന് പറയുന്നുണ്ട്. ബുദ്ധനല്ല, ബുദ്ധ ഹുഡ് എന്നാണ് പറയുന്നത്. ഇനി ഒന്നും ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ, ഞാൻ നിന്നിലൂടെ ചെയ്തോളാം. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഞാൻ ഭഗവത്ഗീതയുടെ കുറെ ശ്ലോകങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ 700 ശ്ലോകമുണ്ട്. 700 ശ്ലോകം ഒന്നും പഠിക്കണ്ട, ഒരു ശ്ലോകം പഠിച്ചാൽ മതി. ഇനി ഒരു ശ്ലോകം പഠിക്കാൻ പറ്റില്ല, അതിലൊരു വാക്കെങ്കിലും പഠിച്ചാൽ മതി. എല്ലാം ഒന്ന് തന്നെ. അതുകൊണ്ട് ഞാൻ ആനി ബസന്റിന്റെ ഭഗവത്ഗീതയുടെ ഇത് ഇട്ടിട്ടുണ്ട്. യോഗാനന്ദ പരമഹംസ ഓട്ടോബയോഗ്രഫി യോഗയുടെ ഇട്ടിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു ടോക്ക് കേട്ട് നോക്കുക. എല്ലാ ടോക്കും ഒരുപോലെ ഇരിക്കുന്നതിനല്ല, എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത്. എന്തിനാണ് ഈ പണ്ടാരം 700 ശ്ലോകം പഠിക്കുന്നത്. ആദ്യം ഒരു ശ്ലോകത്തിലെ ഒരു വാക്ക് ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്തവര് ഈ 700 ശ്ലോകവും പഠിച്ച് സംസ്കൃതവും പഠിച്ചിട്ട് എന്ത് പ്രയോജനം. ഒരു പ്രയോജനമില്ല. ഇനി വിച്ച് യു ക്യാൻ ഡു ദ ഗുഡ്. ഇനി പറയാം, മോറോവർ there is one important fact which the student should be made acquainted. ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. namely the enormous, almost limitless. ഇതിലേക്ക് വരുമ്പോൾ ടൈം ആൻഡ് സ്പേസ് ഇല്ല, ലിമിറ്റ്ലെസ് ആണ്. ലിമിറ്റ്ലെസ് റെസ്പോൺസിബിലിറ്റി, ഹൈ റെസ്പോൺസിബിലിറ്റി. എന്താണ്? അസ്യൂംഡ് ബൈ ദ ടീച്ചർ ഫോർ ദ സേക്ക് ഓഫ് ദ പീപ്പിൾ. മാസ്റ്റർ ഇത് സ്റ്റുഡൻറ്റിന് കൊടുക്കുകയാണ്. ഫ്രം ദ ഗുരൂസ് ഓഫ് ദ ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണ് ഇവർ ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇവർ ഈസ്റ്റും വെസ്റ്റും പറയും. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഈ പറയുന്ന ഉപനിഷത്ത് മറ്റേ ഈസ്റ്റ്, ബാക്കി കപാല അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഒക്കെ വെസ്റ്റ് എന്ന് ഇവർ പറയും. ഗുരൂസ് ഓഫ് ദ ഈസ്റ്റ് ഹു ടീച്ച് ഓപ്പൺലി. നമ്മുടെ ഇവിടെ ഇത് ഓപ്പൺ ആയിട്ട് ടീച്ച് ചെയ്യും, ഓർ സീക്രറ്റ്ലി. ചിലപ്പോൾ സീക്രറ്റ് ആയിട്ടായിരിക്കും, ഓപ്പൺ ഒന്നും അല്ല. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എടുത്ത് നോക്കിയേ. ഈ ശ്രീനാരായണ ഗുരു 1-2 ദിവസമൊന്നും അല്ല, മരുത്വമലയിൽ ചെന്ന് 6.5 വർഷം കിടന്നു, അവിടെ നിന്നും കിട്ടിയില്ല. ഇത് ഞാനത് എവിടെ നിന്ന് കിട്ടിയതൊന്നും പറയാൻ ആളില്ല, അത് നമുക്ക് അറിയേണ്ട കാര്യവുമില്ല. അത് ഓരോരുത്തരുടെ ജീവചരിത്രത്തിൽ റെക്കോർഡ് ചെയ്ത് അറിയാൻ താല്പര്യമുള്ള ആ ബുക്ക് വായിച്ച് പഠിക്കുക. ഇനി ഡൗൺ ടു ദ ഫ്യൂ കബാലിസ്റ്റ്. എന്താണ് ഈ കബാലിസ്റ്റ് എന്നൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. In Western lands who undertake to teach the rudiments of the sacred science. ഇതാണ് പേജ് നമ്പർ 1 and 2 പറയുന്നത്. അപ്പം ഇത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്.
ഇനി കഠിനമാണോ എന്ന് ചോദിച്ചാൽ കഠിനമാണ്. ഇത് വാൾമുനയിൽ സഞ്ചരിക്കുന്നത് പോലെയാണ്. ഈ ഗുപ്തവിദ്യയും സിദ്ധികളും എല്ലാവർക്കും കിട്ടത്തില്ല. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൂടെ വേറെയും ശിഷ്യന്മാരുണ്ടായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ എത്ര പേർക്ക് അതുപോലെ സിദ്ധികളുണ്ടായിരുന്നു? ശങ്കരാചാര്യര്. അപ്പൊ ഇവരിതെല്ലാം പഠിച്ച് പണിയെടുത്ത് തന്നെ ചെയ്തിട്ടുള്ളത്. എളുപ്പത്തിൽ ഒരു സുപ്രഭാതത്തിലൊന്നും ഇവർ കിട്ടിയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ നമുക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ് അവൈലബിൾ ആണ്. ഈ ബുക്കിലൂടെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഇതൊന്നും അങ്ങനെ എടുക്കണമെന്നുള്ളതേ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഞാൻ പബ്ലിഷ് ചെയ്യുന്ന ബുക്കിൽ ഞാൻ ഈ സിദ്ധികളെ കുറിച്ചാണ് പറയുന്നത്, ഒക്കൽ സയൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതില് തിയോസഫിയുടെ ആംഗിളിൽ ഈ ബുക്കിൽ പറയുന്നതാണ്. ഞാൻ പഠിക്കുന്ന കൂട്ടത്തിൽ ഞാനിതൊരു പ്രഭാഷണമാക്കുന്നതേ ഉള്ളൂ. 2 പേജാണ്, ഒരു 30 മിനിറ്റ്സ് ആയി. ഒരാൾക്കും 20 മിനിറ്റ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലത്ത് 5 മിനിറ്റ് പോലും ഒരാളും നമ്മളെ കേൾക്കാറില്ല. അത് സത്യമാണ്. പക്ഷേ ഇത് അന്വേഷിച്ച് വരുന്നവൻ ഊണിലും